വിശേഷം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. കുറേ ദിവസത്തെ വ്ളോഗുകൾക്ക് ശേഷം അല്ലേ, നമ്മൾ കുറേ വ്ളോഗുകൾ ആ ഒരു നാസിക്കിൽ പോയിട്ടുള്ള വ്ളോഗും ഇതിനൊക്കെ ശേഷം നമ്മളിപ്പോഴാണ് ഒന്ന് കുറച്ച് നേരം ഇന്ന് വന്ന് തന്നെ ഇരിക്കുന്നതിൽ എങ്ങനത്തെ ഒരു വീഡിയോ കാണുന്നത് കുറച്ച് ദിവസത്തിന് ശേഷമാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ നാസിക് വ്ളോഗ് ആനിവേഴ്സറി സ്പെഷ്യൽ വ്ളോഗുകൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കുറേ കാര്യങ്ങൾ കുറേ സംഭവങ്ങൾ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് പോയി നോക്കൂ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ വേറെ ഒന്നല്ല, എന്നെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും, കുറച്ച് കിടിലൻ ഡ്രസ്സുകൾ, നല്ല ചുരിദാറുകൾ കുറച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്കും കൂടെ പരിചയപ്പെടുത്തി തരാം എന്ന് വിചാരിച്ചു. അതിൽ ഫസ്റ്റ് വൺ തന്നെ നമ്മുടെ ആമസോണിനാണ്. എല്ലാം ആമസോണിനാണ് വാങ്ങിയിട്ടുള്ളത്. എല്ലാത്തിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോസ് ഇടുമ്പോഴും നിങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ലിങ്ക് ഇൻസ്റ്റയിൽ ഞാൻ കൊടുക്കാറുണ്ട്, ഇതിലും ഞാൻ കൊടുക്കാറുണ്ട് കേട്ടോ ലിങ്കൊക്കെ. അപ്പോൾ ഫസ്റ്റ് വൺ തന്നെ നല്ല ഭംഗിയുള്ള ഒരു കോട്ടൺ എംബ്രോയിഡറി കുർത്തിയാണ്. കുർത്തി സെറ്റാണ് കേട്ടോ. ഒരു യെല്ലോ കോട്ടൺ ഒരു കുർത്തി, അതിൻ്റെ താഴെ ഒരു പ്ലാസോ ആണ്. എന്നാൽ ഭയങ്കര ഹെവി പ്ലാസോ അല്ല, നല്ല ഭംഗിയുള്ള ഒരു പ്ലാസോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതിൻ്റെ ദുപ്പട്ടയാണ്. നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻ അല്ലേ, ഒരു പിങ്ക് ആൻഡ് യെല്ലോ കളർ കോമ്പിനേഷൻ. ഇതിലും എംബ്രോയിഡറി ഒരു ലേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ലേസ് ഒന്ന് വലിയാതെ സൂക്ഷിക്കണം, ലേസുകളൊക്കെ അങ്ങനെ തന്നെയാണ്. എനിക്കിത് നല്ല ഇഷ്ടമായി. ഈ ലേസ് നമുക്ക് വേറെ ഇങ്ങനെ സാരിയിലൊക്കെ വെച്ച് പിടിപ്പിച്ചാലും നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ അതാണ് ഫസ്റ്റ് ഡ്രസ്സ് എന്ന് പറയുന്നത് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആണ്, നല്ല കോട്ടൺ ആണ്, പിന്നെ നല്ല ഒരു ബ്രാൻഡിൻ്റെ ആണ്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നല്ല അടിപൊളി ഡ്രസ്സാണ്. ഇത് നിങ്ങൾക്കൊരു ഫംഗ്ഷനൊക്കെ എന്തായാലും ഇടാൻ പറ്റുന്നതാണ്. ഒരു ഹൽദിക്കൊക്കെ യൂസ് ചെയ്യാം, അതേപോലെ തന്നെ ഒരു റിസപ്ഷൻ, ചെറിയൊരു ബർത്ത്ഡേ പാർട്ടി അതിനൊക്കെ യൂസ് ചെയ്യും. കുറച്ചൊരു ഫെസ്റ്റീവ് വെയർ പോലെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അടുത്തത്, നിങ്ങൾ ഇതിൻ്റെ പല വേർഷൻസും എൻ്റെ കയ്യിൽ കണ്ടിട്ടുണ്ടാവും. പക്ഷെ എനിക്ക് എന്താ പറയുക, അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് പിന്നെയും ഞാൻ എടുക്കുന്നതാണ്. ഒരു ലക്നൗ ചിക്കൻ കാരി കുർത്തി. ഇതിൻ്റെ ഒരു റസ്റ്റ് ഓറഞ്ച് നിങ്ങൾ എൻ്റെ കയ്യിൽ കണ്ടിട്ടുണ്ടാവും. ഇത് അതിൻ്റെ വേറെ കളർ, ഒരു മെഹന്തി ഗ്രീൻ എന്നൊക്കെ പറയാം. ലിങ്ക് ഞാൻ കൊടുക്കാം. കാരണം ഇതിൻ്റെ ഒരു 10-11 കളറുണ്ട് കേട്ടോ. അതിൻ്റെ പിങ്ക് ഉണ്ട്, റെഡ് ഉണ്ട്, നല്ല അടിപൊളിയാണ്. ഞാനിത് മിക്കവാറും ദിവസം ഇടും. തിരുമ്പും നമ്മുടെ വാഷിംഗ് മെഷീനിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇതിനൊരു കേടുമില്ല. അപ്പോൾ എനിക്ക് ആ റെസ്റ്റോറൻറ്റ് ഞാൻ എപ്പോഴും എന്ന് പറഞ്ഞ പോലെ പുറത്തേക്ക് ഇടും. പിന്നെ ഇതിന് എന്താണെന്ന് വെച്ചാൽ ഈ ഫ്രണ്ടിൽ, അതായത് അടിഭാഗത്തല്ലാതെ ഇതുവരെയുള്ള ലൈനിങ്ങളുണ്ട്. ഉള്ളിൽ നമുക്ക് കാമിസോളും കാര്യങ്ങളൊന്നും ഇട്ടുണ്ടാവും. സാധാരണ ഈ ലക്നൗ ചിക്കൻ കാരി കുർത്തിക്കൊക്കെ അതുണ്ടാവും. അതായത് ഭയങ്കര നിഴലടിക്കുന്ന പോലെ ആകുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ട്. ഇതിനത് കുഴപ്പമില്ല. ഇതിന് ഇതുവരെ ലൈനിങ് ഉണ്ട്. പിന്നെ അവിടെ നമ്മുടെ ലെഗിൻസും കാര്യങ്ങളൊക്കെ ഇടും. നല്ല ഭംഗിയുള്ള കുർത്തിയായിട്ട് നിങ്ങൾക്ക് മസ്റ്റായിട്ട് നിങ്ങൾ എന്തായാലും ഒരു കളറെങ്കിലും വാങ്ങിച്ചു വെക്കുന്നത് ഭയങ്കര നല്ലതാണ്. അടിപൊളി കുർത്തിയാണ്. ഇതിൻ്റെ റെസ്റ്റോറൻറ്റും ഈ ഒരു കളറോടെ ഞാൻ എടുത്തൊരു മെഹന്തി ഗ്രീൻ. ഈ ഗ്രീന് തന്നെ ഒരു 4 വെറൈറ്റി ഉണ്ട്, പലതരം ഗ്രീനുകളുണ്ട്. അപ്പോൾ എനിക്കിത് കുറച്ചും കൂടെ ഒരു ഭയങ്കര ഡാർക്ക് കളറൊന്നും കൂടെ എനിക്ക് ഫോട്ടോ എടുക്കുമ്പോൾ രസമായി തോന്നിയോണ്ട് ഇതിൻ്റെ ലൈറ്റ് ഗ്രീൻ വേണ്ടവർക്ക് അതുകൊണ്ട്. അപ്പോൾ ഈ ഒരു കുർത്തി ഒരു മസ്റ്റായിട്ട് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് വേണ്ടതാണ് കേട്ടോ. നല്ല രസമുണ്ട് ഈ ഒരു കുർത്തി. അടുത്തത് ഒരു സിമ്പിൾ ആയിട്ടുള്ള എന്നാൽ നല്ല എലഗൻ്റ് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ. ഒരു ജീൻസിൻ്റെ ഒരു മെറ്റീരിയൽ പോലെ എനിക്ക് ഫീൽ ചെയ്തു. അതായത് കുറച്ച് കട്ടിയുള്ള അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ്. ഒരുപാട് കട്ടിയില്ല, പക്ഷേ എന്നാലും നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ ഒരു വർക്ക് നല്ല ഭംഗിയില്ലേ. ഈ ഒരു ബ്ലൂവില് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ഇതിന് എന്ത് കളർ എന്നാ പറയാത്ത, ഒരു പീച്ച് ഷെയ്ഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ചെറിയൊരു എംബ്രോയിഡറി വർക്ക് ഈ ഒരു ഭാഗത്ത് മാത്രം, പിന്നെ 2 ഫ്ലവേഴ്സും. നല്ല എലഗൻറ്റ് ലുക്കാണ്. ഒരു കുർത്തി ഇതിൻ്റെ കൂടെ ജീൻസായിട്ട് പെയർ ചെയ്യും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലെഗിൻസ് വെച്ചിട്ടും നിങ്ങൾക്ക് പെയർ ചെയ്യും. ഇതിൻ്റെ സ്ലീവ്സിനും ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇവിടെ കണ്ട ഒരു എലാസ്റ്റിക് ടൈപ്പ് ആണിത്. സ്ലീവ്സ് ഈ ഒരു ഭാഗത്ത് അങ്ങനെയാണ് വരുന്നത്. കളർ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ്. അതിൻ്റെ കൂടെ ഈ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് നല്ല ഭംഗിയുണ്ട്. കുറച്ച് കട്ടിയുള്ള ഒരു ടൈപ്പ് കോട്ടൺ തന്നെയാണ്, പക്ഷെ ഒരു ഇത്തിരി കുറച്ച് കട്ടി കൂടുതലുള്ള ഒരു ടൈപ്പാണ് കേട്ടോ. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കോട്ടൺ ചുരിദാറാണ്. ഇത് ഞാൻ എപ്പോഴും വാങ്ങുന്നതാണ് രാജനന്ദിനിയുടെ. അതായത് കാഷ്വൽ വെയർ, നിങ്ങൾക്ക് കോളേജിലേക്കോ ഓഫീസിലേക്കൊക്കെ പോകുന്നവർക്ക് ഏറ്റവും നല്ലതാണ് ഇങ്ങനത്തെ കാഷ്വൽ വെയർ. കാരണം ഇവരുടെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ, നോർമലായിട്ട് കാഷ്വലായിട്ട് ഡെയിലി വെയർ പോലെ യൂസ് ചെയ്യുന്ന കുർത്തിയാണ് ഈ രാജനന്ദിനിയുടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കുർത്തിയാട്ടോ. മെയിനായിട്ട് എന്താ വെച്ചാൽ കോട്ടൺ ആണ്, പ്യോർ കോട്ടൺ ആണ്. അവരുടെ ഷ്രിങ്ക് ആവുക കാര്യങ്ങളൊന്നുമില്ല, പിന്നെ കളർ പോവുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഡെയിലി ഒരു ഓഫീസ് വെയർ എന്നുള്ളവർക്ക് വളരെയധികം യൂസ്ഫുൾ ആണ് ഇങ്ങനത്തെ കുർത്തി. ഞാൻ മുന്നേ നമ്മുടെ വീഡിയോ സ്ഥിരം ആമസോൺ ഹോൾ കണ്ടിട്ടുള്ളവർ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഇവരുടെ ഒരുപാട് കളക്ഷൻസ് എൻ്റെ കയ്യിലുണ്ട്. ഇവരുടെ അത്രയും നല്ല ഒരു തുണിയാണ്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ കയ്യിൽ ഇല്ലാത്തൊരു കളർ വാങ്ങിച്ചു. നല്ലൊരു കളറല്ലേ, നമുക്ക് കോളേജിലേക്ക് ഓഫീസിലേക്കൊക്കെ ഇടാൻ പറ്റിയൊരു കളർ. ഇവിടെ ചെറിയൊരു സീക്വൻസ് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറുതായിട്ട് ഒരു ചെറിയ ലേസ് വർക്കും ഒരു ഇതായിട്ടുള്ളതുണ്ട് നമ്മുടെ സ്ലീവ്സിൽ കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ്. അടുത്ത
അടുത്തതും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ്. ഇത് ഇന്ത്യയുടെ ആണ് കേട്ടോ. സാധാരണ ഇന്ത്യയുടെ ഒക്കെ ഭയങ്കര ഹെവി അടിപൊളി സംഭവങ്ങളാണ്. ഇതൊരു നോർമൽ വെയർ പോലെ എനിക്ക് ഫീൽ ചെയ്തു. നോർമൽ വെയർ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഒരു സിമ്പിൾ ആൻഡ് എലഗൻറ്റ് ലുക്കിലുള്ള ഒരു സംഭവം. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ ആണ്. എനിക്കിതിൻ്റെ കളറാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. അതുപോലെ ഇതിൻ്റെ വർക്ക് ആൻഡ് മെറ്റീരിയൽ പിന്നെ അവർ എപ്പോഴും നല്ലതായിരിക്കും, എപ്പോഴും നല്ലൊരു കംഫർട്ടായിട്ടുള്ള ഒരു മെറ്റീരിയൽ ആയിരിക്കും. വർക്ക് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ് കണ്ടോ. ഫ്രണ്ടിൽ ഇങ്ങനെ ചെറിയ 1-2 സീക്വൻസ് വർക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു ഗോൾഡൻ ആണ് ഇതിൽ വരുന്ന ഒരു വർക്ക്. ഈ ഒരു ഗ്രീനിൽ ഒരു ഗോൾഡൻ വരുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ. നിങ്ങൾക്ക് ഇത് എന്തായാലും ട്രൈ ചെയ്യാം. ഇന്ത്യയും കൂടി ആകുമ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി കുറച്ചും കൂടെ നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നല്ല തുണിയാണ്. ഇത് പറഞ്ഞാൽ നമുക്ക് ഡെയിലി ഒരു കാഷ്വൽ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അത്ര ഒരു പാർട്ടി വെയർ ടൈപ്പ് എന്നല്ല, വളരെ സിമ്പിളാണ്. എന്നാൽ കളർ കൊണ്ട് നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ്സുകളാണ്, കുർത്തികളാണെങ്കിൽ. ഈ ഒരു ഇതാണെങ്കിൽ കുറച്ചും കൂടെ, ഈ ഒരു യെല്ലോ ആണെങ്കിൽ കുറച്ചും കൂടെ ഒരു ഫെസ്റ്റീവ് വെയർ എന്ന് പറഞ്ഞിട്ട് എടുത്തത്. ബാക്കിയെല്ലാം വളരെ സിമ്പിളാണ്. ഓഫീസിലേക്കും ഇതിലൊക്കെ പറ്റുന്ന ഞാൻ അങ്ങനെ തിരഞ്ഞെടുത്തത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഒരു ക്രിസ്മസ് സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ കുറച്ച് വെസ്റ്റേൺ വെയർ ടൈപ്പാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം എല്ലാവർക്കും അത് പറ്റണമെന്നില്ലല്ലോ. അപ്പോൾ ഇപ്രാവശ്യം വളരെ സിമ്പിളായിട്ടുള്ള കുർത്തീസ്, ഡെയിലി വെയറിന് പറ്റിയിട്ടുള്ള കുർത്തീസ് എടുക്കാം എന്നുള്ളത്. പിന്നെ ഞാൻ എടുത്തത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ലെഗിൻസിന് വളരെ ക്ഷാമമാണ് ഇപ്പോൾ. എപ്പോഴും ഞാൻ പാൻറ്റ് ടൈപ്പാണ് വാങ്ങിക്കുക. ഇപ്പം അങ്ങനെ ആരും ലെഗിൻസ് വാങ്ങില്ല, എപ്പോഴും പാൻറ്റ് ടൈപ്പാണ്. പക്ഷെ എന്നാലും ഈ പറഞ്ഞ പോലെ നമുക്ക് പെട്ടെന്ന് ഒരു കുർത്തിയുടെ താഴെ ഇടണം എന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഡാൻസും ഇതിനൊക്കെ പോകുമ്പോൾ നമുക്ക് ഇപ്പോഴും ലെഗിൻസ് ആയിരിക്കും കുറച്ചും കൂടെ ഒരു ഫുൾ ഇത് ലെങ്ത്ത്, ഇതിന് ഇരുന്ന് കളിക്കാനും ഒക്കെ പറ്റുക. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഒരു ഗോ കളേഴ്സിൻ്റെയാണ്. ലെഗിൻസ് ആകുമ്പോൾ എപ്പോഴും കുറച്ച് ക്വാളിറ്റിയുള്ള ലെഗിൻസ് എടുക്കുകയായിരിക്കും നല്ലത്. ഗോ കളേഴ്സിൻ്റെ നല്ല ലെഗിൻസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. മറ്റേ ലെഗിൻസൊക്കെ എന്താ പ്രശ്നം വെച്ചാൽ ചിലപ്പോൾ ഇറക്കം കുറവാകും, അങ്ങനെയൊക്കെ ഫീൽ ചെയ്യും. ഇതാകുമ്പോൾ പിന്നെ വലിയ പ്രശ്നമില്ല. അതിൻ്റെ ഒരു 3 കളർ എടുത്തു. ഒരു ബ്ലൂ എടുത്തു, ഒരു മെറൂൺ എടുത്തു, ഒരു പച്ച എടുത്തു. കാരണം നമുക്ക് ലെഗിൻസ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ പാൻറ്റൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇടാം. പക്ഷെ ഓരോ പാൻറ്റിനാകുമ്പോൾ വിലയും കൂടും. ലെഗിൻസ് ആകുമ്പോൾ അത്ര ഒരു വില ഇല്ല. കോമ്പിനേഷൻ പോലെ നമുക്ക് കോംബോ ഓഫറിലൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ എപ്പോഴും ലെഗിൻസ് ഒരു വൈറ്റും ബ്ലാക്കും എല്ലാവരുടെ കയ്യിലും വേണം. കാരണം ഒരുവിധം ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ വൈറ്റും ബ്ലാക്കും പോകും. പിന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യം വരാം ഗ്രീനും റെഡും ആണ്. അപ്പം അതെൻ്റെ കയ്യിൽ ഉള്ളത് എത്രയോ വർഷം മുന്നേ അത് ഇട്ടിട്ട് പഴഞ്ചനായി. അപ്പം ഇങ്ങനെ നല്ലൊരു പുതിയ ഒരു ഗ്രീനും ഒരു പുതിയ ഒരു മെറൂൺ എന്നൊക്കെ പറയാം, പിന്നെ ഒരു ബ്ലൂവും കൂടി. ഇത്രയും കളേഴ്സിൽ കൂടുതൽ വേണ്ട. കാരണം ഈ ഒരു 3 കളേഴ്സാണ് എൻ്റെ കയ്യിൽ അധിക കുർത്തീസും. അപ്പം അതുകൊണ്ട് പിന്നെ വൈറ്റും ബ്ലാക്കും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം ഞാൻ അതുകൊണ്ട് ഇത് കൊടുത്തു. ഇത് നല്ലതാട്ടോ, നല്ല തുണിയാണ്, നല്ല നീളവും വീതിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ സൈസ് ചാർട്ടൊക്കെ അതിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഹിപ്പ് സൈസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആ ഒരു സൈസ് വാങ്ങിക്കാം. നീളമൊക്കെ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാം ആമസോണിൽ നിന്നാണ്. എല്ലാത്തിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടു. ഇതിൽ വളരെ നോർമൽ റേറ്റിലുള്ള നല്ല ഡ്രസ്സുകളുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വാങ്ങിക്കാൻ. ഞാൻ പറയുമല്ല, ചിക്കൻ കാരി കുർത്തിയും ആ ഒരു രാജനന്ദിനിയുടെ കോട്ടൺ കുർത്തിക്ക് എല്ലാവരുടെ കയ്യിലും അങ്ങനത്തെ ഒരു മസ്റ്റായിട്ട് 1-2 ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നല്ല നല്ല വീഡിയോസും ക്രിസ്മസും സംഭവങ്ങളൊക്കെ വരില്ല. അപ്പോൾ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് കാണാം. ബൈ.